ഇന്ന് കേരളം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എത്ര കിട്ടി ടീച്ചറേ എന്ന്. പുര കത്തുമ്പോൾ വാഴ വെട്ടിയ കള്ളിച്ചെല്ലമ്മയോട് അല്ലാതെ കേരളം എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത്? ജനം വീട്ടിൽ ബന്ദിയാക്കപ്പെട്ട കോവിഡ് കാലത്ത് വെട്ടി തിന്നുന്ന തിരക്കിലായിരുന്നു ആരോഗ്യമന്ത്രി. എത്രയാ വെട്ടിയത്? 10,23,00,000. ഉറങ്ങാത്തമ്മ ഉറക്കമൊഴിച്ചത് പുലരും വരെ കക്കാനായിരുന്നു എന്നാണ് ഒടുവിൽ ഓഡിറ്റ് വിഭാഗം സാക്ഷ്യപ്പെടുത്തിയത്. പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ആഞ്ഞുകൊത്തിയ കടന്നൽ കമ്മികൾക്ക് നാവിറങ്ങിപ്പോയോ? ഇതാ ആ ആരോപണം നിങ്ങളുടെ സർക്കാർ വക കണക്കുപിള്ളമാർ തന്നെ ശരിവച്ചിരിക്കുന്നു. വിപണിയിൽ ലഭ്യമായതിനേക്കാൾ 3 ഇരട്ടി വിലയ്ക്കാണ് ഗതികെട്ട കോവിഡ് കാലത്ത് PPE കിറ്റുകൾ വാങ്ങി കമ്മീഷൻ അടിച്ചതെന്ന ആരോപണം ശരിവെച്ച് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടും എന്തേ ആരും ഒന്നും മിണ്ടാത്തത്? 2020 മാർച്ച് മുതൽ മെയ് വരെ വിപണി വിലയേക്കാൾ 300% അധിക നിരക്കിൽ PPE കിറ്റ് വാങ്ങിയത് വഴി കാഫിർ മുത്തി സർക്കാരിന് 10.23 കോടി രൂപ അധിക ചെലവുണ്ടാക്കി എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത്. മഹാരാഷ്ട്രയിലെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് 3 ഇരട്ടി വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിയതിൽ അഴിമതി ആരോപിച്ച് നേരത്തെ പ്രതിപക്ഷം മുൻ മന്ത്രി KK ശൈലജയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെ രംഗത്തു വന്നിരുന്നു. അപ്പോൾ ഈ കൊള്ള മുഖ്യമന്ത്രിയുടെ അറിവോടെ ചെയ്ത അസാധാരണ സന്ദർഭത്തിലെ അസാധാരണ നടപടി എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് കള്ളിച്ചെല്ലമ്മ ചെയ്തത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ടൊന്നും തീരില്ല മക്കളെ കാര്യങ്ങൾ. കേസ് ഇപ്പോൾ ലോകായുക്തയുടെ പരിഗണനയിലാണ്. എത്ര കാലം എടുക്കുമോ എന്നറിയില്ല. എന്നാലും മറിച്ചൊരു വിധി വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത്ര ക്ലിയർ ആണ് കാര്യങ്ങൾ. കോവിഡ് കാല ആവശ്യം കണക്കിലെടുത്ത് PPE കിറ്റും മാസ്കും മറ്റും വാങ്ങുന്നതിന് സംസ്ഥാന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വ്യവസ്ഥകളിൽ ഇളവ് നൽകിയിരുന്നു. ഇത് ചുളുവിൽ മുതലെടുത്താണ് കള്ളിച്ചെല്ലമ്മ പകൽ കൊള്ള നടത്തിയത്. PPE കിറ്റ് ഒന്നിന് 545 രൂപയാണ് സർക്കാർ വില നിശ്ചയിച്ചിരുന്നത്. ഈ നിരക്കിലോ അല്പം കൂടിയോ കിറ്റ് വാങ്ങാൻ 3 സ്ഥിരം വിതരണക്കാർ റെഡിയായിരുന്നു. അവരെ തള്ളിയാണ് ഈ തീവെട്ടിക്കൊള്ള നടത്തിയത്. അനിത ടെക്സ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 550 രൂപയ്ക്കാണ് കിറ്റ് വാഗ്ദാനം ചെയ്തത്. അവരിൽ നിന്ന് 25,000 കിറ്റ് വാങ്ങാമെന്ന് പറഞ്ഞെങ്കിലും 10,000 എണ്ണത്തിന് മാത്രമേ പർച്ചേസ് ഓർഡർ നൽകിയുള്ളൂ. അതേസമയം 800 മുതൽ 1,550 രൂപ വരെ ഉയർന്ന വിലയുള്ള കമ്പനികളിൽ നിന്ന് 15,000 മുതൽ 2 ലക്ഷം വരെ കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചു. ബാലവാടി ടീച്ചറാണെങ്കിലും ടീച്ചർ ഒരു ടീച്ചറല്ലേ? ഇമ്മാതിരി പണിയൊക്കെ ഒപ്പിക്കാമോ? സാൻഫാർമയ്ക്ക് ഉത്തരവ് ലംഘിച്ച് 2.32 കോടി മുൻകൂർ നൽകിയെന്നാണ് CAGയുടെ മറ്റൊരു കണ്ടെത്തൽ. 15,000 കിറ്റുകൾ വാങ്ങാൻ മുഴുവൻ തുകയും 2020 മെയ്യിൽ തന്നെ കൈമാറി. 50,000 കിറ്റിനാണ് ഓർഡർ നൽകിയതെന്നും അതിന്റെ 29% മാത്രമാണ് മുൻകൂർ കൊടുത്തതെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. ഇത് ഓഡിറ്റ് വിഭാഗം തള്ളി. PPE കിറ്റിന്റെ കാര്യം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇതുപോലെ കൊള്ള നടത്തിയ ഗ്ലൗസിന്റെയും മാസ്കിന്റെയും സിറിഞ്ചിന്റെയും സാനിറ്റൈസറിന്റെയും ഉൾപ്പെടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കണക്ക് വരാനിരിക്കുന്നു. കോവിഡ് സംബന്ധിച്ച് ഇപ്പോൾ വന്ന മറ്റൊരു കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിച്ചത് കേരളത്തിലാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. ഈ കൊള്ള മുഴുവൻ ചെയ്തിട്ടും എന്നും സന്ധ്യയ്ക്ക് ഇരിക്കപ്പിണ്ടങ്ങളെ ഇരുവശത്തും ഇരുത്തി മുഖ്യമന്ത്രി നടത്തിയ ഗിരിപ്രഭാഷണവുമൊക്കെ ഉണ്ടായിട്ടും കോവിഡ് മരണം തടയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കേരളം റെക്കോർഡ് ഇടുകയും ചെയ്തു. കൊള്ള മുതൽ പങ്കുവെക്കുന്നതിന്റെ വ്യഗ്രതയിലായിരുന്നു അന്ന് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ. ഇപ്പോൾ എല്ലാം ക്ലിയർ ആയില്ലേ? കൊള്ളമൂപ്പനും കള്ളിച്ചെല്ലമ്മമാരും ചേർന്ന് മരണക്കുപ്പായത്തിന്റെ പേരിൽ പോലും കൊള്ള നടത്തി നാട് കട്ടുമുടിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ക്ലിയർ ആയില്ലേ?